2019 തുടക്കത്തിൽ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലേക്കെല്ലാം കടന്നുകയറാനുള്ള തന്ത്രങ്ങൾ പുടിൻ പയറ്റി തുടങ്ങി. അതിലൊന്നായിരുന്നു ഉത്തര കൊറിയയുമായുള്ള നയതന്ത്ര നീക്കം. 2019 ഏപ്രിൽ മാസത്തിൽ കിഴക്കൻ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ പ്രത്യേക കവചിത ട്രെയിൻ വന്നു നിന്നു. ഡൊണാൾഡ് ട്രംപുമായി കിം ജോങ് ഉൻ നടത്തിയ ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആ യാത്ര. കിമ്മിന് ചുവന്ന പരവതാനി വിരിച്ച് ഗംഭീര സ്വീകരണം നൽകിയ പുടിൻ കൊറിയൻ പ്രതിസന്ധിയിൽ റഷ്യ ഒരു പ്രധാന മധ്യസ്ഥനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനമായിരുന്നു കിമ്മിന് വേണ്ടത്. റഷ്യൻ കപ്പലുകൾ ശാന്തസമുദ്രത്തിൽ വെച്ച് രഹസ്യമായി ഉത്തര കൊറിയൻ കപ്പലുകൾക്ക് എണ്ണയും കൽക്കരിയും കൈമാറി. ഉപരോധങ്ങൾ മറികടക്കാനുള്ള ഉത്തര കൊറിയയുടെ ഈ കള്ളക്കടത്തിന് റഷ്യൻ നാവികസേനയും ഭരണകൂടവും മൗനാനുവാദം നൽകി. അമേരിക്കയുടെ ഇന്ധന ഉപരോധത്തെ പുടിൻ നടുക്കടലിൽ വച്ച് പൊളിച്ചടുക്കി. ഉത്തര കൊറിയയുടെ മേലുള്ള ഉപരോധങ്ങൾ കുറയ്ക്കണമെന്ന കിമ്മിന്റെ ആവശ്യത്തിന് പുടിൻ പരസ്യമായി പിന്തുണ നൽകി. അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്റെ സ്വാധീനമുറപ്പിക്കുകയായിരുന്നു പുടിൻ ഇതിലൂടെ ചെയ്തത്. ആ നയതന്ത്ര മുന്നേറ്റത്തിനു ശേഷം പാശ്ചാത്യ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് യുക്രൈനിൽ പുടിൻ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഒരു നിർണായക വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചു. കിഴക്കൻ യുക്രൈനിലെ വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് റഷ്യൻ പൗരത്വം നൽകുന്നതായിരുന്നു ആ ഉത്തരവ്. ലക്ഷക്കണക്കിന് യുക്രൈൻകാർക്ക് റഷ്യൻ പാസ്പോർട്ട് നൽകുന്നതിലൂടെ റഷ്യൻ പൗരന്മാരെ സംരക്ഷിക്കുക എന്ന പേരിൽ യുക്രൈനിൽ സൈനിക ഇടപെടൽ നടത്താനുള്ള നിയമപരമായ പഴുത് സൃഷ്ടിക്കുകയായിരുന്നു പുടിൻ. യുക്രൈനിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലം കൂടിയായിരുന്നു അത്. 2019 മെയ് മാസത്തിലാണ് വോളോഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി അധികാരമേറ്റത്. യുക്രൈനിൽ പുതിയൊരു പ്രസിഡന്റ് വരികയും അമേരിക്കൻ ഉപരോധങ്ങൾ കടുക്കുകയും ചെയ്ത ആ സമയത്ത് റഷ്യൻ ആത്മവിശ്വാസത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് ലോകത്തെ കാണിക്കാൻ പുടിൻ തെരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തമായൊരു വഴിയായിരുന്നു. 2019 ഓഗസ്റ്റ് 10. സ്ഥലം ക്രിമിയൻ ഉപദ്വീപിലെ സേവാസ്റ്റോപോൾ. ദൂരെ നിന്ന് ബൈക്കുകളുടെ എഞ്ചിനിരമ്പൽ കേട്ടു തുടങ്ങി. പൊടിപടലങ്ങൾക്കിടയിലൂടെ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ഒരു കൂറ്റൻ ബൈക്ക് കടന്നുവരികയാണ്. കറുത്ത ലെതർ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ധരിച്ച ഒരു മനുഷ്യൻ റഷ്യൻ നിർമ്മിത യുറാൾ മോട്ടോർ സൈക്കിളിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ. സൈഡ് കാറുള്ള ആ ബൈക്കിനു ചുറ്റുമായി റഷ്യയിലെ പ്രശസ്തമായ ബൈക്കർ ഗ്യാങ് നൈറ്റ് വുൾഫ്സ്. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളിൽ ആർത്തലച്ചു വരുന്ന റൈഡേഴ്സിന് നടുവിലൂടെ ഒരു ഹോളിവുഡ് ആക്ഷൻ ഹീറോയുടെ പരിവേഷത്തോടെ പുടിൻ നീങ്ങി. 2014 ക്രിമിയ റഷ്യയോട് ചേർത്തതിന്റെ 5ാം വാർഷികമായിരുന്നു അന്ന്. പാശ്ചാത്യ രാജ്യങ്ങൾ ക്രിമിയയെ ഇപ്പോഴും യുക്രൈന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും ക്രിമിയ റഷ്യയുടെ ഉരുക്കുമുഷ്ടിയിൽ സുരക്ഷിതമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു പുടിൻ. ക്രിമിയ തിരികെ പിടിക്കുമെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ച് 3 മാസം തികയും മുൻപ് തന്നെ ക്രിമിയയിലെ തെരുവിലൂടെ ബൈക്ക് ഓടിച്ച് പുടിൻ നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. നൈറ്റ് വുൾഫ്സ് എന്ന റൈഡേഴ്സിനെ പുടിൻ കൂടെ കൂട്ടിയത് വെറുതെയല്ല. അവർ വെറും ബൈക്ക് റൈഡർമാരായിരുന്നില്ല. 1980കളുടെ അവസാനത്തിലാണ് നൈറ്റ് വുൾഫ്സ് രൂപീകരിക്കപ്പെട്ടത്. അന്ന് സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ വക്കിലായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹെവി മെറ്റൽ സംഗീതവും ഹാർഡ് റോക്കും രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്ന കാലം. അന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ച്
ഒളിവിൽ റോക്ക് മ്യൂസിക് ഷോകൾ നടത്തിയിരുന്ന ഒരു കൂട്ടം വിമതരായ ചെറുപ്പക്കാരായിരുന്നു അവർ. പാശ്ചാത്യ ബൈക്കർമാരുടെ സ്റ്റൈൽ അനുകരിച്ചു തുടങ്ങിയ ഈ സംഘം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം റഷ്യയിലെ ഏറ്റവും വലിയ ബൈക്കർ ക്ലബ്ബായി മാറി. ഗ്യാങ്ങിന്റെ തലവന്റെ പേര് അലക്സാണ്ടർ സൽദോസ്താനോവ് എന്നാണ്. റഷ്യയിലുള്ളവർ അയാളെ വിളിക്കുന്നത് ദി സർജൻ എന്നും. അതൊരു വെറും ഇരട്ട പേരല്ല, അയാൾ ശരിക്കും ഒരു ഡോക്ടറായിരുന്നു. മുഖത്തെ പരിക്കുകൾ ചികിത്സിക്കുന്ന ഒരു മാക്സിലോഫേഷ്യൽ സർജനായി ജോലി ചെയ്തിരുന്ന അലക്സാണ്ടർ പിന്നീട് ആ ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ ബൈക്കറായി മാറിയതും നൈറ്റ് വുൾഫ്സിന്റെ തലവനായതും. പുട്ടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ദ സർജൻ. തുടക്കത്തിൽ ജീൻസും തുകൽ ജാക്കറ്റുമിട്ട് അമേരിക്കൻ ബൈക്കർമാരെ പോലെ നടന്ന നൈറ്റ് വുൾഫ്സ് പുട്ടിൻ അധികാരത്തിൽ വന്നതോടെ കടുത്ത റഷ്യൻ ദേശീയവാദികളായി മാറുകയായിരുന്നു. അമേരിക്കൻ റോക്ക് സംഗീതത്തിന് പകരം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും പുട്ടിന്റെയും കടുത്ത അനുയായികളായി അവർ മാറി. ദൈവം, മാതൃരാജ്യം, പുട്ടിൻ എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. പുട്ടിന്റെ നയങ്ങളെ വിമർശിക്കുന്നവരെ തെരുവിലിറങ്ങി നേരിടാൻ പോലും ആ സംഘം തയ്യാറായി. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ടൊരു ബൈക്കർ ഗ്യാങ്ങിനൊപ്പം സഞ്ചരിക്കുന്ന കാഴ്ച റഷ്യയിൽ മാത്രമേ കാണാൻ കഴിയൂ. പുട്ടിൻ പലതവണ അവർക്കൊപ്പം റാലി നടത്തിയിട്ടുണ്ട്. പുട്ടിൻ ആ സംഘത്തെ അഭിസംബോധന ചെയ്യുന്നതുപോലും എന്റെ സഹോദരങ്ങളെന്നാണ്. ഒരു തരത്തിൽ പുട്ടിന്റെ മറ്റൊരു അനൗദ്യോഗിക സായുധ സംഘമായിരുന്നു നൈറ്റ് വുൾഫ്സ്. 2014 റഷ്യൻ സൈന്യം ക്രിമിയയിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവർക്ക് വഴികാട്ടാനും അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാനും മുന്നിലുണ്ടായിരുന്നത് ഇതേ നൈറ്റ് വുൾഫ്സ് ആയിരുന്നു. അവരോടൊപ്പം ക്രിമിയയിൽ റാലി നടത്തുക എന്നത് റഷ്യൻ സൈനിക വിജയത്തിന്റെ ആഘോഷം കൂടിയായിരുന്നു. റഷ്യൻ ജനത ആ നീക്കങ്ങളെ ആത്മാഭിമാനത്തോടെയും ദേശീയ ബോധത്തോടെയും ഏറ്റെടുത്തപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് പുട്ടിന്റെ പരസ്യമായ വെല്ലുവിളിയായിരുന്നു. അവർ വീണ്ടും ഉപരോധങ്ങളിലൂടെ പകരം വീട്ടി. അമേരിക്ക കൊണ്ടുവന്ന CAATSA കാറ്റ്സ റഷ്യയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ആ നിയമം റഷ്യയിലെ വലിയ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും പാശ്ചാത്യ വിപണികളിൽ നിന്ന് പണം കടമെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു. റഷ്യയുമായി പ്രതിരോധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കും ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി. യൂറോപ്പും അമേരിക്കയും ഉപരോധങ്ങൾ കടുപ്പിച്ചപ്പോൾ പുട്ടിൻ തന്റെ ശ്രദ്ധ മറ്റു വൻകരകളിലേക്ക് തിരിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ മറികടക്കാൻ വിഭവങ്ങളുടെ കലവറയായ ആഫ്രിക്കയെ അദ്ദേഹം തെരഞ്ഞെടുത്തു. 2019 ഒക്ടോബറിൽ കരിങ്കടലിന്റെ തീരത്തുള്ള സോച്ചിയിൽ വെച്ച് ചരിത്രത്തിലാദ്യമായി റഷ്യ ആഫ്രിക്ക ഉച്ചകോടി പുട്ടിൻ സംഘടിപ്പിച്ചു. 40-ലധികം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുത്ത വേദിയിൽ വെച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ $20 ബില്യൺ വരുന്ന കടങ്ങൾ റഷ്യ ഒറ്റയടിക്ക് എഴുതിത്തള്ളി. പകരം ആഫ്രിക്കയിലെ സ്വർണ്ണ വജ്രഖനികളിൽ റഷ്യൻ കമ്പനികൾക്ക് ഖനനാനുമതിയും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കരാറുകളും അദ്ദേഹം സ്വന്തമാക്കി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സ്വാധീനം വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു പുട്ടിൻ ഇതിലൂടെ ചെയ്തത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2019 അവസാനിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ റഷ്യൻ അതിർത്തിയിലെ തണുത്തുറഞ്ഞ സൈബീരിയൻ മഞ്ഞുമലകളെ കീറിമുറിച്ചുകൊണ്ട് ഒരു ഭീമാകാരനായ ഇരുമ്പ് സർപ്പം ചൈനയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. റഷ്യയെയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയെയും ബന്ധിപ്പിക്കുന്ന
3000 കിലോമീറ്റർ നീളമുള്ള പവർ ഓഫ് സൈബീരിയ എന്ന കൂറ്റൻ പ്രകൃതിവാതക പൈപ്പ് ലൈനായിരുന്നു അത്. വീഡിയോ കോൺഫറൻസിലൂടെ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചേർന്നാണ് $400 ബില്യൺ ഈ ചരിത്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. യൂറോപ്പ് റഷ്യൻ ഗ്യാസ് വാങ്ങാൻ വിസമ്മതിച്ചാൽ തങ്ങൾക്ക് ഊർജം വിൽക്കാൻ ചൈനയെന്ന വലിയൊരു വിപണിയുണ്ടെന്ന പുടിന്റെ പ്രഖ്യാപനമായിരുന്നു ആ പൈപ്പ് ലൈൻ. ഡോളറിനെ ഒഴിവാക്കി റഷ്യൻ കറൻസിയായ റൂബിളിലും ചൈനീസ് കറൻസിയായ യുവാനിലുമാണ് ഇതിന്റെ ഇടപാടുകൾ നടന്നത്. അമേരിക്കയുടെ പെട്രോ ഡോളർ സംവിധാനത്തിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അത്. ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും തന്റെ വ്യക്തിജീവിതം ആസ്വദിക്കാൻ പുടിൻ മറന്നിരുന്നില്ല. എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ 2019 പകുതിയോടെ പുടിൻ ശാരീരികമായി അവശനാണെന്നും മാരകമായ രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചുവെന്നുമുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങി. പുടിന് പാർക്കിൻസൺസ് രോഗമാണെന്നതായിരുന്നു അതിലേറ്റവും പ്രധാനം. വീഡിയോകളിൽ അദ്ദേഹം ഇരിക്കുന്ന രീതി പാശ്ചാത്യ ഡോക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ചർച്ചകൾക്കിടയിൽ കൈകൾ വിറയ്ക്കാതിരിക്കാൻ മേശയുടെ അരികിൽ മുറുകെ പിടിക്കുന്നതും കാലുകൾ നിരന്തരം ചലിപ്പിക്കുന്നതും ഇതിന്റെ ലക്ഷണമായി അവർ ചൂണ്ടിക്കാട്ടി. പുടിന് തൈറോയിഡ് ക്യാൻസറോ ഉദരസംബന്ധമായ ക്യാൻസറോ ആണെന്നതായിരുന്നു മറ്റൊരു റിപ്പോർട്ട്. പ്രൊജക്റ്റ് എന്ന റഷ്യൻ അന്വേഷണാത്മക മാധ്യമവും പാശ്ചാത്യ പത്രങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പുടിൻ എവിടെ യാത്ര ചെയ്താലും ഒരു വലിയ മെഡിക്കൽ സംഘം രഹസ്യമായി അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇതിൽ യെവ്ഗനി സെലിവാനോവ് എന്ന പ്രശസ്തനായ റഷ്യൻ തൈറോയിഡ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പുടിനൊപ്പം ഉണ്ടായിരുന്നത് സംശയങ്ങൾ ബലപ്പെടുത്തി. എന്നാൽ ഈ വാർത്തകളെല്ലാം റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് അപ്പോൾ തന്നെ നിഷേധിച്ചു. പുടിന്റെ ആരോഗ്യനില മികച്ചതാണെന്നും മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഈ പ്രചരണങ്ങൾക്കുള്ള മറുപടി തന്റെ പ്രവൃത്തിയിലൂടെ നൽകാനാണ് പുടിൻ തീരുമാനിച്ചത്. ഇത്തരം വാർത്തകൾ സജീവമായിരുന്ന സമയത്താണ് തന്റെ 67ാം ജന്മദിനം ആഘോഷിക്കുന്ന പുടിന്റെ ചിത്രങ്ങൾ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്ന ക്രെംലിനിലെ ആഡംബര മുറികളിലായിരുന്നില്ല ആ ആഘോഷം. മനുഷ്യവാസമില്ലാത്ത വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ദുർഘടമായ സൈബീരിയൻ കാടുകളിലൂടെ അദ്ദേഹം നടന്നു കയറി. റഷ്യൻ പ്രതിരോധ മന്ത്രിയായ സെർജി ഷോയിഗു ആയിരുന്നു ആ യാത്രയിൽ അദ്ദേഹത്തിന് കൂട്ടായുണ്ടായിരുന്നത്. കാട്ടുചെടികൾക്കിടയിൽ നിന്ന് കൂൺ പറിച്ചെടുക്കുന്നതും ഉയർന്ന പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി നിന്ന് കാടിന്റെ വന്യത ആസ്വദിക്കുന്നതുമായ റഷ്യൻ പ്രസിഡന്റിന്റെ ദൃശ്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ റൂമുകളിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. ഒരു വടിയും കുത്തി മലനിരകൾ താണ്ടിവരുന്ന പുടിനെയും ഷോയിഗുവിനെയും കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. പ്രായം 67 താൻ ഇപ്പോഴും അതിശക്തനും ആരോഗ്യവാനുമാണെന്ന് തെളിയിക്കുകയായിരുന്നു. എന്നാൽ ആ വർഷം റഷ്യൻ നാവികസേനയെയും പുടിനെയും നടുക്കിയ ഒരു ദുരന്തം നടന്നു. 2019 ജൂലൈ 1 ബാരൻസ് കടലിന്റെ അടിത്തട്ടിൽ പര്യവേഷണം നടത്തുകയായിരുന്ന ലോഷാരിക് എന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള റഷ്യൻ ആണവ അന്തർവാഹിനിയിൽ തീപിടുത്തമുണ്ടായി. സമുദ്രാന്തർഭാഗത്തെ കേബിളുകൾ മുറിക്കാനും ചാരപ്പണി നടത്താനും റഷ്യ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ആധുനികമായ അന്തർവാഹിനിയായിരുന്നു അത്. വിഷപ്പുക ശ്വസിച്ച് റഷ്യയുടെ ഏറ്റവും മികച്ച 14 നാവിക ഉദ്യോഗസ്ഥരാണ് അന്ന് കടലിനടിയിൽ പിടഞ്ഞു മരിച്ചത്. സംഭവം അറിഞ്ഞ ഉടനെ പുടിൻ തന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി. വിവരങ്ങൾ പുറത്തുപോകുന്നത് തടഞ്ഞ അദ്ദേഹം ഇതൊരു വലിയ ദേശീയ നഷ്ടമാണെന്ന് പ്രഖ്യാപിച്ചു. റഷ്യയുടെ സൈനിക രഹസ്യങ്ങൾ ലോകമറിയാതിരിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ നാവികർക്ക് പുടിൻ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചു.
2019 ഓഗസ്റ്റ് 23. ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിലുള്ള തിരക്കേറിയ ടിയർഗാർട്ടൻ പാർക്ക്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്ന സെലിം ഖാൻ ഖാൻഗോഷ്വിലി എന്ന മുൻ ചെച്ചൻ വിമത കമാൻഡർക്ക് നേരെ ഒരാൾ വെടിയുതിർത്തു. സെലിം ഖാൻ തൽക്ഷണം മരിച്ചു വീണു. രണ്ടാം ചെച്നിയൻ യുദ്ധകാലത്ത് റഷ്യൻ സൈന്യത്തിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FSBയുടെ വാടക കൊലയാളിയാണ് ഇതിന് പിന്നിലെന്ന് ജർമ്മൻ പോലീസ് കണ്ടെത്തി. ഈ സംഭവം യൂറോപ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. റഷ്യയുടെ ശത്രുക്കൾ ലോകത്തെവിടെ ഒളിച്ചാലും അവരെ തേടി മരണമെത്തുമെന്ന പുടിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നു ആ കൊലപാതകം. രാജ്യത്തിനകത്തും പുടിനെതിരെ അലയൊലികൾ ഉയരുന്നുണ്ടായിരുന്നു. 2019 വേനൽക്കാലത്ത് മോസ്കോ നഗരം വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്ന് ഭരണകൂടം വിലക്കിയതായിരുന്നു ഇതിന് കാരണം. പുടിന്റെ ഏറ്റവും വലിയ വിമർശകനായ അലക്സി നവാൽനിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സമരങ്ങൾ. എന്നാൽ ഭരണകൂടം ഈ സമരത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി. പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത നവാൽനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജയിലിൽ കഴിയവേ നവാൽനിയുടെ മുഖത്തും ശരീരത്തിലും അജ്ഞാതമായ രീതിയിൽ പൊള്ളലേറ്റതുപോലെ തടിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് വെറുമൊരു അലർജിയാണെന്ന് ഭരണകൂടം അവകാശപ്പെട്ടെങ്കിലും തന്നെ ജയിലിൽ വച്ച് വിഷം തന്ന് കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് നവാൽനി ആരോപിച്ചു. റഷ്യൻ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു അത്. 2019 അവസാനിക്കുമ്പോഴേക്കും വ്ളാഡിമിർ പുടിൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അട്ടിമറിക്കുള്ള തിരക്കഥ അണിയറയിൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. തന്റെ ഭരണകാലാവധി കഴിഞ്ഞാലും അധികാരം എങ്ങനെ കൈവിട്ടു പോകാതെ നോക്കാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു അദ്ദേഹം. ഇതിനായി റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഘടനയിൽ മാറ്റം വരുത്താനും തന്റെ വിശ്വസ്തരെ സുപ്രധാന പദവികളിൽ അവരോധിക്കാനും അദ്ദേഹം നീക്കങ്ങൾ തുടങ്ങി. ജനാധിപത്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആജീവനാന്തം അധികാരം നിലനിർത്താനുള്ള മാസ്റ്റർ പ്ലാനായിരുന്നു അത്.